ഹായ് ഗായ്സ്, ഇന്നത്തെ നമ്മുടെ ബിഗ് ബോസ് അപ്ഡേഷനിലേക്ക് വന്നാൽ ലൈവിൽ നമുക്ക് ഇപ്പോൾ കാണാൻ കഴിഞ്ഞ ഒരു കാര്യമാണ്. നമ്മുടെ അക്ബറിനെ വിളിച്ചു വരുത്തിയിട്ട് ചിട്ടെടുത്തിട്ട് സംസാരിക്കാനുള്ള സമയമാണ്. അപ്പോൾ അക്ബർ നമ്മുടെ ചിട്ടെടുത്തിട്ട് നോക്കിക്കഴിഞ്ഞപ്പം അതിനകത്ത് കാണുന്നത് അച്ഛൻ എന്നൊരു ടോപ്പിക്കാണ്. അച്ഛൻ എന്ന് പറയുമ്പോൾ തന്നെ അക്ബർ പറയുവാണ് എൻ്റെ ഉപ്പ. ആ ഉപ്പ പറയുന്നത് കേൾക്കുമ്പം തന്നെ അറിയാം എത്രത്തോളം സ്നേഹവും വാത്സല്യവും നിറഞ്ഞ ഒരു മകനാണ് ഈ മകനെന്ന്. അപ്പം ഉപ്പേനെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ പറയുവാണ് എൻ്റെ ഉപ്പേനെ പറഞ്ഞു തുടങ്ങിയ നിർത്താൻ പറ്റാത്ത അത്ര വാക്കുകളുണ്ട്. കാരണം എൻ്റെ ഉപ്പ എന്നെ കഷ്ടപ്പെട്ട് വളർത്തിയതാണ്. ഞങ്ങളുടെ വീട്ടിൽ 3 മക്കളായിരുന്നു. ഉപ്പ ഗൾഫിലായിരുന്നു, സൗദിയിലായിരുന്നു, ഡ്രൈവറായിരുന്നു. പക്ഷേ ഉപ്പ ഗൾഫിലാണെങ്കിൽ പോലും വളരെ ബുദ്ധിമുട്ടിയും കഷ്ടപ്പാടിലൂടെയും കടന്നുപോയ കുട്ടിക്കാലമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. 7 വർഷത്തോളം നമ്മൾ ഒരു ചെറിയൊരു കുടിലായിരുന്നു താമസിച്ചത്. വളരെ ബുദ്ധിമുട്ടുകളും ക്ലേശങ്ങളും നിറഞ്ഞ ജീവിത സാഹചര്യമായിരുന്നു. എങ്കിൽ പോലും അതിലും ഞങ്ങൾ സന്തോഷം കണ്ടെത്തി മുമ്പോട്ട് പോയി. ആ കാലഘട്ടത്ത് നമ്മുടെ ഉപ്പയായിരുന്നു ഗൾഫിൽ കുറേ പേരെ വിസയൊക്കെ കൊടുത്ത് ഫ്രീ ആയിട്ട് സർവീസൊക്കെ നടത്തി. അങ്ങനെ നല്ലൊരു മനസ്സിൻ്റെ ഒരു ഉടമയാണ് എൻ്റെ ഉപ്പ. പക്ഷേ ആ ഉപ്പേൻ്റെ റോൾ മോഡലായി ജീവിക്കാനാണ് എനിക്കിഷ്ടം. പക്ഷേ ആ റോൾ മോഡൽ എനിക്ക് ഇവിടെ ബിഗ് ബോസിൽ വന്നിട്ട് കാണിക്കാൻ പറ്റിയിട്ടില്ല എന്നാണ് പറയുന്നത്. കാരണം ആളുടെ സാഹചര്യവും ടോപ്പിക്കും കാരണമാണ് ആളത് കാണിക്കാത്തത് എന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അതിനുശേഷം ഉപ്പനെക്കുറിച്ച് വീണ്ടും അക്ബർ പറയുവാണ്, ഉപ്പയ്ക്ക് ഞാനൊരു സിംഗർ ആകുന്നതിൽ ഒട്ടും താല്പര്യമില്ലായിരുന്നു. ഉപ്പേനെ പോലെ മറ്റുള്ളവരെ സഹായിച്ച് ഒരു സോഷ്യൽ വർക്കറെ പോലെയൊക്കെ നടക്കാനായിരുന്നു ഉപ്പയ്ക്ക് താല്പര്യം. പിന്നീട് ഉപ്പയ്ക്കത് മനസ്സിലാകുന്നു എൻ്റെ വഴി ഒരു സിംഗർ എന്ന രീതിയിലാണെന്ന്. അങ്ങനെ എല്ലാവരേക്കാളും കൂടുതലായിട്ട് എന്നെ ഉപ്പ ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞാനൊരു സിംഗറായി ഒരു പാട്ടുകാരനായതിൻ്റെ പേരിൽ ഉപ്പ അഭിമാനിക്കുന്നു. ആ ഒരു കാര്യത്തിൽ എനിക്ക് വളരെ ഒരു സന്തോഷമായ ഒരു കാര്യം തന്നെയാണ്. ഉപ്പേനെക്കുറിച്ച് പറഞ്ഞാൽ തീരാത്തധികം കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്.